നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ തിരിച്ചുവരവിനൊരുങ്ങുന്നതായി HSBC. പലിശ നിരക്കുകൾ കുറഞ്ഞതും അനുകൂലമായ മൺസൂണും വളർച്ചയെ പിന്തുണയ്ക്കുന്നുവെന്നും റിപ്പോർട്ട്. അദാനി ഗ്രൂപ്പിന് ബാങ്ക് അമേരിക്കയുടെ കവറേജ്. ഗ്രൂപ്പിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമെന്ന് റിപ്പോർട്ട്. ബജാജ് ഫിൻസർവിന്റെ വരുമാനത്തിൽ വളർച്ച. ഏകീകൃത അറ്റാദായം വാർഷികാടിസ്ഥാനത്തിൽ 7.5% വർദ്ധിച്ച് 2244 കോടിയിലെത്തി. ഇന്ത്യക്കെതിരെയുള്ള ഉയർന്ന താരിഫുകൾ വെട്ടിക്കുറയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഉടനെന്നും സൂചന. രാജ്യത്തെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിൽ ഇടിവെന്ന് ആംഫി. ലാഭമെടുപ്പും ഓഹരികളുടെ ഉയർന്ന മൂല്യനിർണ്ണയവും ഇടിവിന് കാരണമെന്ന് റിപ്പോർട്ട്. വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നു. സെൻസെക്സ് 335 പോയിന്റ് ഉയർന്ന് 83,871-ലും നിഫ്റ്റി 120 പോയിന്റ് ഉയർന്ന് 25,694-ലും വ്യാപാരം അവസാനിപ്പിച്ചു. വിശദാംശങ്ങളുമായി ബിസിനസ് ഡെസ്കിൽ നിന്നും വിഷ്ണുവാണ് ചേരുന്നത്. വിഷ്ണു, ഏതൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ നേട്ടത്തിലെത്തിച്ചത്? ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ന് എക്സ്പയറി ഡേ ആയിരുന്നു. എന്നാൽ എക്സ്പയറി ഡേയിൽ തുടക്കത്തിൽ മാർക്കറ്റ് ഒരു നേട്ടം രേഖപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു ട്രേഡിംഗ് കാഴ്ചവെച്ചതിന് ശേഷം പിന്നീട് അങ്ങോട്ടൊരു ഇടിവായിരുന്നു മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് ഫസ്റ്റ് സെഷനിലുണ്ടായിരുന്ന ഒരു ഇടിവ് പിന്നീട് മാർക്കറ്റ് എന്തായാലും റിക്കവർ ചെയ്തുകൊണ്ട് ഒരു തിരിച്ചുവരവ് നടത്തിയാണ് മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. തുടക്കം നമ്മൾ നോക്കുമ്പോൾ ഇന്ന് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ന് 25,617 ഓപ്പൺ ചെയ്ത മാർക്കറ്റ് ഇന്നത്തെ ഇൻട്രാഡേ ഹൈ ആയിട്ട് ഇപ്പോൾ രേഖപ്പെടുത്തിയത് 25,715 എന്നൊരു നിലയാണ്. നിലവിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,694 എന്നൊരു നിലയിൽ. ഇന്നിപ്പോൾ 120 പോയിന്റിന്റെ ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. കൃത്യം പറഞ്ഞാൽ 0.47% നേട്ടം. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ 58,138 എന്നൊരു നിലയിൽ 200 പോയിന്റ് നേട്ടം, 0.35% നേട്ടം എന്നൊരു രീതിയിലുമാണ് ഇന്നിപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ മാർക്കറ്റിൽ ഗെയിനേഴ്സും ലോസേഴ്സ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, നിഫ്റ്റി 50യിൽ തുടക്കത്തിലൊരു 45ഓളം ഓഹരികളാണ് ഇന്ന് ട്രേഡിംഗ് തുടങ്ങിയപ്പോൾ നേട്ടം രേഖപ്പെടുത്തി. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് 30-ൽ താഴെ ഓഹരികൾ മാത്രം നേട്ടം രേഖപ്പെടുന്ന രീതിയിലോട്ട് മാർക്കറ്റ് മാറുകയും ഇപ്പോൾ ക്ലോസിംഗിൽ എത്തിയപ്പോൾ 40 ഓഹരികൾ നേട്ടം എന്ന രീതിയിലുമാണ് ഇന്ന് നിഫ്റ്റി 50 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 10 ഓഹരികളിലാണ് നമുക്ക് ഇടിവ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് നേട്ടത്തിലുള്ള ഓഹരിയിലോട്ട് വരുമ്പോൾ എടുത്തു പറയേണ്ട ഇന്ന് നേട്ടം രേഖപ്പെടുത്തിയ ഓഹരികളിൽ ഒന്ന് ഇൻഡിഗോ ആയിരുന്നു. ഇൻഡിഗോ ഏതായാലും 3.5% നേട്ടം രേഖപ്പെടുത്തി. BLന്റെ ഓഹരിയാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇന്ന് 2.39% നേട്ടമാണ് BLന്റെ ഓഹരിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും തുടക്ക സമയം മുതൽ ഇന്ന് ഏറ്റവും മുന്നേറ്റം രേഖപ്പെടുത്തിയ ഒരു ഓഹരി BL ആയിരുന്നു. തുടക്കത്തിലെ ഒരു സെഷനിലൊക്കെ ഇന്ന് വലിയ മുന്നേറ്റം അല്ലെങ്കിൽ ടോപ്പ് ഗെയിനറായി മാറിയിരുന്ന BLന്റെ സെക്കൻഡ് സെഷനിലാണ് ഇൻഡിഗോ മറികടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകിയത് വിഷ്ണുവാണ് ബിസിനസ് ഡെസ്കിൽ നിന്നും. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഒരുങ്ങുകയാണെന്ന് HSBC. കുറഞ്ഞ പലിശ നിരക്കുകൾ, കുറഞ്ഞ ക്രൂഡ് ഓയിൽ വില, അനുകൂലമായ മൺസൂൺ എന്നിവ വളർച്ചയെ പിന്തുണയ്ക്കുന്നുവെന്നും റിപ്പോർട്ട്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അതിന്റെ വളർച്ചാ സൈക്കിളിൽ താഴെ തട്ടിലെത്തിയിരിക്കുകയാണ്. എന്നാൽ അനുകൂലമായ സാഹചര്യങ്ങളാൽ വരും മാസങ്ങളിൽ ശക്തമായ വളർച്ചാ സാധ്യതയാണ് കാണുന്നതെന്നാണ് HSBC മ്യൂച്വൽ ഫണ്ടിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. രാജ്യത്തെ പലിശ നിരക്കുകൾ കുറഞ്ഞ നിലയിലായിരിക്കുന്നതും പണലഭ്യത മെച്ചപ്പെടുന്നതും വളർച്ചയ്ക്ക് അനുകൂലമാണ്. ഒപ്പം അസംസ്കൃത എണ്ണ വിലയിലുണ്ടായ കുറവ് സമ്പദ് വ്യവസ്ഥയ്ക്ക് ആശ്വാസം നൽകുന്നു. സാധാരണ നിലയിലുള്ള മൺസൂൺ ലഭിച്ചത് കാർഷിക മേഖലയ്ക്കും ഗ്രാമീണ ഡിമാൻഡിനും ഉത്തേജനം നൽകും. ആഗോള വ്യാപാരവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ സ്വകാര്യ മൂലധന നിക്ഷേപം ഉടൻ ഉയരാൻ സാധ്യതയില്ലെങ്കിലും നിക്ഷേപക സൈക്കിൾ മുന്നോട്ടു പോകുമെന്നാണ് പ്രതീക്ഷ. അടിസ്ഥാന സൗകര്യ വികസനം, ഉൽപാദന മേഖല എന്നിവയിലെ സർക്കാർ നിക്ഷേപം വളർച്ച നിലനിർത്താൻ നിർണായകമാകും. റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ തിരിച്ചുവരവും സ്വകാര്യ നിക്ഷേപങ്ങളിലെ വർധനവും ഈ പ്രവണതയ്ക്ക് കരുത്താവും. പുനരുപയോഗ ഊർജം പോലുള്ള മേഖലകളിലെ സ്വകാര്യ നിക്ഷേപം, സാങ്കേതിക വിദ്യയുടെ തദ്ദേശീയവൽക്കരണം, ആഗോള വിതരണ ശൃംഖലകളുമായുള്ള ഇന്ത്യയുടെ വർദ്ധിച്ച സംയോജനം എന്നിവ വേഗത്തിലുള്ള വളർച്ചയ്ക്ക് സംഭാവന നൽകുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അദാനി ഗ്രൂപ്പിന് ബാങ്ക് അമേരിക്കയുടെ കവറേജ്. ഗ്രൂപ്പിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമെന്ന് റിപ്പോർട്ട്.
അദാനി ഗ്രൂപ്പിന്റെ $US ബോണ്ടുകൾക്ക് ഓവർ വെയിറ്റേജ് റേറ്റിംഗാണ് ബാങ്ക് അമേരിക്ക നൽകിയിരിക്കുന്നത്. സമാനമായ ബോണ്ടുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അദാനി ബോണ്ടുകൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള സാധ്യത കൂടുതലാണ്. തുറമുഖങ്ങൾ, യൂട്ടിലിറ്റികൾ, പുനരുപയോഗ ഊർജ്ജം മേഖലകളിലെ ഗ്രൂപ്പിന്റെ മികച്ച ആസ്തി അടിത്തറയാണ് ഇതിന് കാരണമെന്ന് ബാങ്ക് ഓഫ് അമേരിക്ക വ്യക്തമാക്കി. റെഗുലേറ്ററി നിരീക്ഷണങ്ങളും വിപണി ചാഞ്ചാട്ടവും അതിശക്തമാണെങ്കിലും ഗ്രൂപ്പിലേക്ക് ഇപ്പോൾ മികച്ച പണമൊഴുക്കുണ്ട്. അദാനി പോർട്സ്, അദാനി ട്രാൻസ്മിഷൻ ആൻഡ് അദാനി എനർജി എന്നിവയാണ് ഗ്രൂപ്പിന്റെ കരുത്തുറ്റ കമ്പനികളെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. US-ൽ ഉൾപ്പെടെ അദാനിക്കെതിരെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. എങ്കിലും മുൻകാല ചരിത്രം വ്യക്തമാക്കുന്നത് ഇത്തരം വെല്ലുവിളികളിലും ധനസമാഹരണം, നിക്ഷേപം എന്നീ രംഗങ്ങളിൽ ഗ്രൂപ്പിന് മുന്നേറാൻ സാധിക്കുമെന്നാണ്. അതിനാൽ ഓവർ വെയിറ്റേജ് റേറ്റിംഗാണ് ഗ്രൂപ്പിന് നൽകുന്നതെന്നും ബാങ്ക് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബജാജ് ഫിൻസർവിന്റെ വരുമാനത്തിൽ വളർച്ച. ഏകീകൃത അറ്റാദായം വാർഷികാടിസ്ഥാനത്തിൽ 7.5% വർദ്ധിച്ച് 2244 കോടി രൂപയിലെത്തി. കമ്പനിയുടെ മൊത്തം വരുമാനം 11% വർദ്ധിച്ച് 37,403 കോടി രൂപയായി ഉയർന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ മൊത്തം വരുമാനം 12% വർദ്ധിച്ച് 72,884 കോടിയും നികുതിക്ക് ശേഷമുള്ള ലാഭം 19% വർദ്ധിച്ച് 5,033 കോടി രൂപയുമായി. അതേസമയം വളർച്ച ശക്തമായിട്ടും ഓഹരി വിപണിയിൽ ബജാജ് ഫിൻസർവ് തളർച്ചയിലാണ്. വായ്പാ ചിലവുകൾ ഉയരുന്നതിനെക്കുറിച്ചും ഗ്രൂപ്പ് സ്ഥാപനം നൽകിയ വളർച്ചാ പ്രതീക്ഷകളെക്കുറിച്ചുള്ള നിക്ഷേപകരുടെ ആശങ്കയാണ് ഈ തിരിച്ചടിക്ക് കാരണമെന്ന് അനലിസ്റ്റുകൾ വ്യക്തമാക്കി. ലെൻഡിംഗ്, ഇൻഷുറൻസ്, അസറ്റ് മാനേജ്മെന്റ് തുടങ്ങിയ വിവിധ ബിസിനസ് മേഖലകളിലെ സ്ഥിരതയാർന്ന പ്രകടനമാണ് ഗ്രൂപ്പ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇത് ഗ്രൂപ്പിന്റെ ശക്തമായ സാമ്പത്തിക അടിത്തറ കാണിക്കുന്നു. അതേസമയം വരുമാന വളർച്ചയേക്കാൾ 11% കുറവാണ് അറ്റദായ വളർച്ച. ഇത് പ്രവർത്തന ചെലവുകളോ വായ്പാ ചെലവോ വർദ്ധിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ആസ്തി ഗുണനിലവാരം എങ്ങനെ നിലനിർത്തുന്നു, പുതിയ ബിസിനസ് വിഭാഗങ്ങളിലെ വളർച്ച, മാർജിൻ കാര്യക്ഷമത എന്നിവയെ ആശ്രയിച്ചിരിക്കും കമ്പനിയുടെ ദീർഘകാല വിജയമെന്നും അനലിസ്റ്റുകൾ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിൽ ഇടിവെന്ന് ആംഫി. ലാഭമെടുപ്പും ഓഹരികളുടെ ഉയർന്ന മൂല്യനിർണ്ണയവും ഇടിവിന് കാരണമായി. മ്യൂച്വൽ ഫണ്ട് വിപണിയിൽ നിക്ഷേപകർ ജാഗ്രതയിലാണ്. ഇതാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിൽ കഴിഞ്ഞ മാസം ഗണ്യമായ കുറവ് രേഖപ്പെടുത്താൻ കാരണമായത്. സെപ്റ്റംബറുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒക്ടോബറിൽ ഏകദേശം 19% ഇടിവ് സംഭവിച്ചു. സെപ്റ്റംബറിൽ 30,422 കോടി രൂപ ഫണ്ടുകളിലേക്ക് ഒഴുകിയെത്തിയ സ്ഥാനത്ത് ഒക്ടോബറിൽ ഇത് 24,691 കോടി രൂപയായി കുറഞ്ഞു. ഇന്ത്യൻ ഓഹരി വിപണി ഈ വർഷം മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. കൂടിയ റിസ്ക്കും കുറഞ്ഞ വരുമാനവും ഓഹരി വിപണി നിക്ഷേപങ്ങളെ താൽക്കാലികമായി അനാകർഷകമാക്കി മാറ്റി. ഇതാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള പണമൊഴുക്കിനെ സ്വാധീനിച്ചതെന്നും ആംഫി ഡാറ്റ വ്യക്തമാക്കുന്നു. ഇതിന്റെ ഫലമായി നിക്ഷേപകർ സ്വർണമടക്കമുള്ള മറ്റ് സുരക്ഷിത നിക്ഷേപ മാർഗങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു. അതേസമയം ഇക്വിറ്റി നിക്ഷേപം ഇടിഞ്ഞെങ്കിലും മൊത്തത്തിൽ മ്യൂച്വൽ ഫണ്ടുകളിലേക്കുള്ള ആകെ നിക്ഷേപം 75.61 ലക്ഷം കോടി രൂപയിൽ നിന്ന് 79.87 ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചു. സ്മോൾ ക്യാപ് ഫണ്ടുകളിലേക്കുള്ള പണമൊഴുക്കും കുറഞ്ഞിട്ടുണ്ട്. മുൻ മാസത്തെ 4,363 കോടി രൂപയിൽ നിന്ന് ഇത് 3,476 കോടി രൂപയായി ഉയർന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് രാവിലെ വർദ്ധിച്ച സ്വർണ്ണവിലയിൽ ഉച്ചയ്ക്ക് ശേഷം ഇടിവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 40 രൂപയും പവന് 320 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ സ്വർണം ഗ്രാമിന് 11,535 രൂപയും പവന് 92,280 രൂപയുമായി. രാവിലെ ഗ്രാമിന് 225 രൂപയും പവന് 1,800 രൂപയും വർദ്ധിച്ചിരുന്നു. ഗ്രാമിന് 11,575 രൂപയും പവന് 92,600 രൂപയുമായിരുന്നു രാവിലത്തെ വില. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും ഇടിവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 7,395 രൂപയിലാണ് വ്യാപാരം നടന്നത്. അതേസമയം വെള്ളിവില മാറ്റമില്ലാതെ തുടരുകയാണ്. ഗ്രാമിന് 163 രൂപയിലാണ് വ്യാപാരം. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തിരിച്ചുവരവിനൊരുങ്ങുന്നതായി HSBC. പലിശ നിരക്കുകൾ കുറഞ്ഞതും അനുകൂലമായ മൺസൂണും വളർച്ചയെ പിന്തുണയ്ക്കുമെന്നും റിപ്പോർട്ട്. അദാനി ഗ്രൂപ്പിന് ബാങ്ക് അമേരിക്കയുടെ കവറേജ്. ഗ്രൂപ്പിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമെന്ന് റിപ്പോർട്ട്. ബജാജ് ഫിൻസർവിന്റെ വരുമാനത്തിൽ വളർച്ച. ഏകീകൃത അറ്റാദായം വാർഷികാടിസ്ഥാനത്തിൽ 7.5% വർദ്ധിച്ച് 2,244 കോടി രൂപയിലെത്തി. ഇന്ത്യക്കെതിരെയുള്ള ഉയർന്ന താരിഫുകൾ വെട്ടിക്കുറയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഉടനെന്നും സൂചന.
രാജ്യത്തെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിൽ ഇടിവെന്ന് ആംഫി. ലാഭമെടുപ്പും ഓഹരികളുടെ ഉയർന്ന മൂല്യനിർണയവും ഇടിവിന് കാരണമെന്ന് റിപ്പോർട്ട്. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.